ആണവ കേന്ദ്രങ്ങൾക്കും സൈനിക കേന്ദ്രങ്ങൾക്കും പിന്നാലെ ടെഹ്റാനിലെ പോലീസ് ആസ്ഥാനവും ആക്രമിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഒറ്റ രാത്രി കൊണ്ട് ടെഹ്റാനിലെ 80-ലധികം കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ ആക്രമിച്ചത്. ഇറാൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആസ്ഥാനം, ആണവ പദ്ധതിയുടെ ആസ്ഥാനം എന്നിവയും ആക്രമിച്ചുവെന്ന് ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇറാന് വലിയ രീതിയിലുള്ള തിരിച്ചടി ഇതിലൂടെ കിട്ടിയിരിക്കുകയാണ്. ഇതിനു പിന്നാലെ ഇറാന്റെ പ്രത്യാക്രമണം ഉണ്ടായി. ടെൽ അവീവ് ലക്ഷ്യമാക്കി ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായി ഇറാൻ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ ജെറുസലേമിലും ടെൽ അവീവിലും മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ യുദ്ധവിമാന ഇന്ധന ഉൽപാദന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് അറിയിച്ചു. ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ 128 പേരാണ് ഇറാനിൽ മരിച്ചത്. മരിച്ചവരിൽ 40 പേർ സ്ത്രീകളാണ്. 900ഓളം പേർ പരിക്കേറ്റിപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നുണ്ട്. അതേസമയം കാർ ബോംബുകൾ ഉൾപ്പെടെയുള്ള ആക്രമണ പരമ്പരകളിൽ ഇസ്രായേൽ 14 ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞരെ കൊലപ്പെടുത്തിയതായി ഇറാൻ അവകാശപ്പെട്ടിട്ടുണ്ട്. വെള്ളിയാഴ്ച മുതൽ നടന്ന ഇത്തരത്തിലുള്ള ആക്രമണത്തിലാണ് ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടത്. അതേസമയം സിവിലിയന്മാരെ കൊന്നതിന് ഇറാൻ വളരെ വലിയ വില നൽകേണ്ടി വരുമെന്ന് മാധ്യമങ്ങളോട് നെതന്യാഹു പറഞ്ഞിരുന്നു. ഒരു അസ്തിത്വ പോരാട്ടം നടത്തുന്നതിനാലാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. ഇസ്രായേലിലെ ഓരോ പൗരനും ഇപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു, നെതന്യാഹു കൂട്ടിച്ചേർത്തു. ഇറാന്റെ കൈവശം ഇതുപോലുള്ള 20,000 മിസൈലുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ചു നോക്കൂ. ഇസ്രായേലിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകും. അതുകൊണ്ടാണ് ഈ യുദ്ധം തുടങ്ങിയത്. അവസാന വിജയം ഇസ്രായേലിനാണെന്നും നെതന്യാഹു പറഞ്ഞു. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ബാത്തിയാമിലെ നിരവധി വീടുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി സ്ഥലം സന്ദർശിച്ച പ്രസിഡന്റ് ഐസക് ഹെർസോഗ് ചൂണ്ടിക്കാണിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഇറാൻ ഇസ്രായേലിനു നേരെ മിസൈൽ വർഷിച്ചത്. അതേസമയം ഇസ്രായേലിന്റെ അയൺ ഡോം ഇതിനെല്ലാം തകർത്തെറിഞ്ഞ ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. പിന്നാലെ ഇത്തരത്തിൽ തുരുതുര തന്നെ ബോംബ് വർഷവും ഇറാൻ നടത്തിയിരുന്നു. അതിന് പിന്നാലെ ഇത്തരത്തിൽ എണ്ണ ഉൽപാദന കേന്ദ്രത്തിലടക്കം ഇസ്രായേൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് നടത്തിയത്. ഇറാന്റെ പല സൈനികരും അതുപോലെ തന്നെ ശാസ്ത്രജ്ഞരും ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഇനിയും ഇറാൻ തുടരുകയാണെങ്കിൽ തങ്ങൾക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി നൽകാൻ കഴിയുമെന്നാണ് നെതന്യാഹു പറഞ്ഞത്. ഇസ്രായേലിന് കട്ട സപ്പോർട്ടുമായി അമേരിക്കയും രംഗത്തുണ്ട്. എന്തായാലും പശ്ചിമേഷ്യയിൽ യുദ്ധം മുറുകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം മുതൽ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. സമാധാന ശ്രമങ്ങൾക്ക് ഇന്ത്യയും ഇടപെടുന്നുണ്ട്.